നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ കർത്താവ് നൽകിയ ഭാഗ്യകരമായ പദവിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 13-ാമത്തെ സെഷനാണ്. ഗലാത്യ ലേഖനത്തിൽ നിന്നുള്ള 13-ാമത്തെ ക്ലാസ്സാണ്. ഇനിയും 2 ക്ലാസ്സുകൾ കൊണ്ട് ഗലാത്യ ലേഖനം തീരും. പക്ഷേ നമുക്കത് ജനുവരിയിലെ തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നമുക്ക് ഈ വർഷം ഇനി കൂടാനൊരു അവസരമില്ല. അതുകൊണ്ട് മിക്കവാറും ജനുവരിയിലായിരിക്കും അടുത്ത 2 ക്ലാസ്സുകൾ. അതോടുകൂടെ ഗലാത്യ ലേഖനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ വരും. ഇന്നത്തെ ക്ലാസ് സ്റ്റാൻഡ് ഫേം ഇൻ യുവർ ഫ്രീഡം. കർത്താവ് നമുക്ക് നൽകുന്നതായ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക, വീണ്ടും അടിമനുഖത്തിലേക്ക് പോകരുത് എന്നുള്ളതായ ഒരു പ്രബോധനത്തോടു കൂടെയാണ് പൗലോസ് അപ്പോസ്തലൻ 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ഈ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ഞാൻ ആദ്യത്തെ കുറേ ക്ലാസ്സുകളിൽ ഒരു സ്ലൈഡ് കാണിച്ചിരുന്നു. ഗലാത്യ ലേഖനത്തെ 3ആയിട്ട് തിരിച്ചുകൊണ്ട്, ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ കുറച്ചു ഭാഗം ഹിസ്റ്റോറിക്കലാണ്. രണ്ടാമത്തെ, അതായത് 1ഉം 2ഉം അധ്യായങ്ങൾ ചരിത്രപരമായ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 3ഉം 4ഉം അധ്യായങ്ങൾ ബിബ്ലിക്കലായ ചില എക്സ്പ്ലനേഷൻസ് ആണ്. 5ഉം 6ഉം അധ്യായങ്ങൾ പ്രായോഗികമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് എന്ന് നമ്മൾ പറയാനായിട്ടിടയായി തീർന്നു. ഇവിടെ നമ്മൾ ആ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളെയും 2ആയിട്ടാണ് തിരിക്കാൻ കഴിയുക. എങ്ങനെ 2ആയിട്ട് തിരിക്കാം? ഒന്ന് തിയോളജിക്കൽ, 2 പ്രാക്ടിക്കൽ. റോമാലേഖനം എടുത്താൽ 1 മുതൽ 12 വരെ അധ്യായങ്ങൾ തിയോളജിക്കലാണ്. പക്ഷേ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ പ്രായോഗികമായ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനമാണെങ്കിൽ ആദ്യത്തെ 3 അധ്യായം തിയോളജിക്കലാണെങ്കിൽ അടുത്ത 3 അധ്യായങ്ങൾ പ്രായോഗികമാണ്. അങ്ങനെ 2ആയിട്ട് നമുക്ക് ഈ ഗലാത്യ ലേഖനത്തെ തിരിക്കാം. അതിൽ 2ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ഈ ഒരു ക്രിസ്തീയ വിശ്വാസി എങ്ങനെയാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ടത്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരധ്യായമാണ് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായം. നമുക്കറിയാം, ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. പക്ഷെ ഈ ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനമായൊരു കാര്യമാണ്. ആണോ അല്ലയോ? ഇത് വളരെ പ്രധാനമാണ്. സ്വാതന്ത്ര്യം ലഭിച്ചു, പക്ഷെ പിന്നെയും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? പിന്നെയും അടിമത്വത്തിലേക്ക് പോകാം. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിലാകണമെന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ഇപ്പോഴും കിട്ടിയിട്ടുണ്ടോ? എല്ലാ ഓഗസ്റ്റ് 15-നും തെരുവിൽ നിന്നുകൊണ്ട് സുവിശേഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്നും ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയോ? കഴിഞ്ഞ മാസം നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തി, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. അപ്പോൾ ഇപ്പോഴും ഏതടിമത്വത്തിൽ കേരളം കിടക്കുകയായിരുന്നു? അതിദാരിദ്ര്യത്തിന്റെ അടിമത്വത്തിൽ കിടക്കുക. ഇതുപോലെ എത്രയോ അടിമത്വങ്ങളിൽ നമ്മുടെ രാജ്യം കിടക്കുകയാണ്. അപ്പോൾ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൽ എന്ത് ചെയ്തേ പറ്റൂ? നിലനിൽന്നേ പറ്റുകയുള്ളൂ എന്ന്. എങ്ങനെയാണ് ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുന്നതെന്നാണ് ഈ വേദഭാഗത്ത് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്ന ഇതേ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലീഗലിസത്തിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാൻ കഴിയും? ലീഗലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർക്കുന്നുണ്ടോ? കുറെ ചട്ടങ്ങൾ വെച്ചുകൊണ്ടുള്ള ജീവിതം. ഇടത്തോട്ട് നോക്കരുത്, വലത്തോട്ട് നോക്കരുത്. അപ്പൊ പിള്ളേര് ചോദിക്കും, ഇടത്തോട്ട് നോക്കിയാൽ എന്ത് സംഭവിക്കും? നമുക്കും അറിയാം, ഇടത്തോട്ട് നോക്കിയാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് പറയും? നോക്കരുത് എന്ന് പഠിപ്പിക്കും. അപ്പൊ കുറെ ചട്ടങ്ങൾ, കുറെ നിയമങ്ങൾ, ലീഗലിസം എന്ന പ്രശ്നം സഭയിൽ വരുന്നു. ഈ ലീഗലിസം വന്നാൽ പിന്നെയും അടിമനുഖത്തിൽ
കുടുങ്ങിപ്പോകുമെന്നുള്ളത് കൊണ്ട് പൗലോസ് പറയുകയാണ്, സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കണമെങ്കിൽ ലീഗലിസത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ 5-ാം അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട പഠനമാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്നെ വളരെ ടെംപ്റ്റ് ചെയ്യിക്കുന്ന ഒരു വേദഭാഗമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഒരുപക്ഷെ വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ആ വേദഭാഗമാണ്. എനിക്ക് അത്ര എന്നെ വളരെ എൻകറേജ് ചെയ്യുന്ന, ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ വളരെ സഹായിക്കുന്ന ഒരു വേദഭാഗമാണ്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ അധ്യായത്തിൽ കാണും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇതാണ് ഈ വേദഭാഗത്തിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. The Christian is going to experience the inner discipline of God that is far better than the outer discipline of man-made rules. ഇതാണ് ഈ അധ്യായത്തിന്റെ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ. അതിന്റെ ആ ദൈവത്തിന്റെ അകത്തെ മനുഷ്യന് ദൈവം കൊടുക്കുന്ന ശിക്ഷണമാണ്, ശിക്ഷയല്ല കേട്ടോ. ഈ മലയാളത്തിലെ ചില വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസമൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. ശിക്ഷണം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആണ്, പക്ഷെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയാണ്. അപ്പോ ഇന്ന് അകത്തെ മനുഷ്യനെ എങ്ങനെയാണ് ദൈവത്തിൽ നിന്നുള്ള ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ഒരധ്യായമാണ് 5-ാം അധ്യായം. അല്ലാതെ ഈ പുറമേയുള്ള നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഇതാണ് വാസ്തവത്തിൽ. നമ്മൾ ഈ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമുണ്ട്, എന്റെ ന്യായപ്രമാണം ഞാൻ അവരുടെ ഉള്ളിലാക്കും, അവരുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയില് എഴുതി വെക്കും. ഇതൊക്കെ എന്താ അതിന്റെ അർത്ഥം? അതായത് കൽപ്പലകകളിലെ നിയമങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ആത്മാവ് ഓരോ നിമിഷവും നമ്മളെ ഗൈഡ് ചെയ്യുന്നു. അതാണ് അകത്ത് ദൈവം എന്ത് ചെയ്യാണ്, നമ്മളെ വഴി നടത്തുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ ആ നിലയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്കാണ് പൗലോസ് ഇവിടെ ഡയറക്റ്റ് ചെയ്യുന്നത്. സഭയെ നിങ്ങൾ അങ്ങനെ ജീവിക്കണമെന്നാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അവസാനം എഴുതിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ ഇത് ശരിക്കും മനസ്സിലായി. ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കും, ടീഷർട്ട് ഇട്ട് പള്ളി വന്നാൽ കുഴപ്പമുണ്ടോ, ജീൻസ് ഇട്ട് പള്ളി വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ടീഷർട്ട് ഇട്ട് പള്ളി വന്നാൽ കുഴപ്പമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? സപ്പോസ് ഞാൻ ഇന്ന് ഉള്ളിൽ ടീഷർട്ടാണ് ഇട്ട് വന്നെങ്കിൽ നിങ്ങൾ വല്ലതും അറിയുമോ? നിങ്ങൾ അറിയാ ഒരു സാധ്യതയില്ല. ദൈവം അറിയുമല്ലേ. അപ്പൊ നിങ്ങൾ ഉടനെ പറയും ഞങ്ങളെ പറ്റിക്കാം, പക്ഷെ ദൈവത്തെ, അതാ അതിന്റെ കാര്യം. ദൈവം എന്താ നോക്കുന്നത്? ഉയരമോ പൊക്കമോ വണ്ണമോ ഡെനിമാണോ കോട്ടനാണോ എന്നല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യനിലേക്കാണ്. ഈ ഒരു പ്രമാണം, ആ അകത്തെ മനുഷ്യനെ ആരാ നയിക്കേണ്ടത്? അകത്തെ മനുഷ്യനെ നയിക്കേണ്ടത് മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങളല്ല, ദൈവത്തിന്റെ ആലോചനയാണ്, ദൈവത്തിന്റെ ഗൈഡൻസ് ആണ്. ഇത് പഠിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ബാലൻസിങ്. നിയമം വേണോ വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷെ ഇതേ സൈഡിലേക്ക് നിയമം മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോരാന്ന് പറയും. അപ്പോ ഇതിന്റെ ഒരു ബാലൻസിങ് ആണ് യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്തീയ ജീവിതം. ഈ ഒരു പ്രിൻസിപ്പിൾ പഠിക്കാതെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റില്ല. പോട്ടെ, ഞാൻ മുന്നോട്ട് പോവുകയാണ്. 5-ാമത്തെ അധ്യായത്തിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ, ഞാൻ ഈ ഇടതുവശത്ത് പറയുന്ന വാക്യങ്ങൾ ഇച്ചിരി ചെറുതായിപ്പോയി. 5 കാണാവോ പുറകിലിരിക്കുന്നവർക്ക്? ഓക്കെ, 5-ാം അധ്യായം ഞാൻ എഴുതിയപ്പോ ഇച്ചിരി ചെറുതായി പോയതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. 5-ാം അധ്യായത്തിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ
ദുരുപദേഷ്ടാക്കന്മാരെ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. റിജക്ട് ദ ഫോൾസ് ടീച്ചേഴ്സ്. 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം സ്നേഹത്തിൽ ദൈവത്തെ സേവിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായം പഠിച്ചില്ലെങ്കിൽ ഗലാത്യ ലേഖനമേ പഠിക്കാത്തതുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് വന്നവരെല്ലാം അടുത്ത ക്ലാസ്സിലും കൂടെ വരണം. ഇന്ന് വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ബാലൻസ് തെറ്റും. ഈ പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കിണറ്റിൻകരയിൽ നിന്ന് വെള്ളം എടുത്ത് വെച്ച് വരുന്ന കണ്ടിട്ടുണ്ട്. ഒരു കയ്യിൽ മാത്രം ബക്കറ്റ് പിടിച്ചോണ്ടൊരു വരവുണ്ട്. ഇത് ഇങ്ങനെയായിരിക്കും കയ്യിരിക്കുന്നത്. ഒരു കയ്യില് ബക്കറ്റ് ഉണ്ടാവും, ഇങ്ങനെ നിൽക്കും. പക്ഷെ 2 കയ്യിലും ബക്കറ്റ് ഉണ്ടെങ്കിലോ നല്ല ബാലൻസ്ഡ് ആയിട്ട് നടന്നു വരും എന്ന് പറയുന്ന പോലെ ഈ ഒരു വശത്തെ ബക്കറ്റാണ് ഇന്ന് പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിലായിരിക്കും മറ്റേ ബക്കറ്റ് കൈ തരുന്നത്. അതുകൊണ്ട് ഇന്നും അടുത്ത ക്ലാസ്സിലും പ്രത്യേകം നിങ്ങൾ ഓർക്കുക, ഈ ബാലൻസിങ് ഇത് പഠിച്ചില്ലെങ്കിൽ, ഇതുവരെ നമ്മൾ പഠിച്ചത് അത് പാടില്ല ഇത് പാടില്ല എന്ന് മാത്രം, എന്ത് പാടുണ്ട് എന്നുള്ളത് അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പരിച്ഛേദന ഏൽക്കുന്ന ഏതു മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശാ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. 7-ാം വാക്യം. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോൾ പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ ഇതാണ് ഈ അധ്യായത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്യങ്ങൾ, ആദ്യത്തെ 12 വാക്യങ്ങൾ. നമ്മൾ ഈ വേദഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ വൈകി വന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ 5-ാം അധ്യായം എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഗലാത്യ ലേഖനത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇതുവരെ തിയോളജിക്കൽ ആസ്പെക്ട് ആണ് എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിൽ ഇവിടെ വെച്ച് പൗലോസ് പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ പൗലോസ് ആ തിയോളജി വിട്ടുകളഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല, തിയോളജിയുടെ അടിസ്ഥാനത്തിൽ പ്രായോഗിക കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അതാണ് 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നോക്കിയേ, ഈ ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് നമ്മെ എവിടെ നിന്നാ സ്വാതന്ത്ര്യം തന്നത്? എന്താണ് ഈ അടിമനുഖം എന്ന് പറഞ്ഞാൽ ഏത് അടിമനുഖമാണ്? ന്യായപ്രമാണത്തിന്റെ അടിമനുഖം. വേറെ ഏതെങ്കിലും ഉണ്ടോ? പാപത്തിന്റെ അടിമത്വം വേറെ? ലോകത്തിന്റെ, വെരി ഗുഡ്. പിന്നെ ഇത്രയും തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ അല്ലേ? ഇത്രയും നല്ലതായിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ? ശരി.
കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കിയത് ന്യായപ്രമാണത്തിന്റെ നുകത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഈ ന്യായപ്രമാണത്തിന്റെ സബ്ബായിട്ട് വരുന്നതാണ് ന്യായപ്രമാണ സംബന്ധമായ ആചാരങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ, അത് ഇവിടെ പ്രത്യേകം പറയുന്നതിന്റെ കാരണം, ഇവര് ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കാമെന്നൊന്നും വിചാരിച്ചല്ല പരിച്ഛേദനയേക്കാൻ തീരുമാനിച്ചത്. പൗലോസ് ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണത്തിൽ നിന്ന് ക്രിസ്തു വീണ്ടെടുത്ത കൂട്ടത്തിൽ ആരെ കൂടെ, നിങ്ങളെ ന്യായപ്രമാണത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും കൂടെ സ്വതന്ത്രരാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഒരു ആചാരമല്ല നമ്മുടെ ആത്മീയതയെ നിർവചിക്കുന്നത്. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് നമ്മെ സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ കഠിന പരിശ്രമം ഉണ്ടല്ലോ, നമ്മുടെ യത്നം ഇല്ല, നമ്മൾ യത്നിക്കാറുണ്ടോ? ഉണ്ടോ? ഞാനൊരിക്കൽ ഒരു ക്യാമ്പ് നടക്കുകയാണ്. അപ്പൊ ഈ ക്യാമ്പില് എന്നെ ഏൽപ്പിച്ച ജോലി, ഈ ക്യാമ്പ് നടക്കുന്ന ആ ഓഡിറ്റോറിയത്തിലും പിന്നെ അതുപോലെ ഡോമെട്രിയിലും ഒക്കെ വെള്ളം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ച ജോലി. ഇപ്പൊ ഞാൻ ഈ ജോലി രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, എന്നെ ഏൽപ്പിച്ച ആളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അങ്ങ് ചെയ്യാം, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അദ്ദേഹം ആ വഴിയെ കൂടെ വരുന്നത് കാണുമ്പോൾ ഞാൻ വലിയൊരു ക്യാൻ നിറയെ വെള്ളമൊക്കെ എടുത്തു ചുമന്ന് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് മുമ്പിൽ എന്ത് ചെയ്യാണ്? എൻ്റെ ത്യാഗം എക്സ്പ്രസ് ചെയ്തുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി അല്ല, ഇറ്റ്സ് മൈ ഡ്യൂട്ടി എന്ന നിലയിലും എനിക്ക്, അപ്പൊ ഞാൻ ഇയാളെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്വമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പ്രസാദിപ്പിച്ചാലേ എനിക്ക് പ്രൊമോഷൻ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ശമ്പളം കൂട്ടി കിട്ടണമെങ്കിൽ ഇങ്ങേര് പ്രസാദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനിങ്ങനെ പണിയെടുത്താൽ മാത്രം പോരാ, പണിയെടുക്കുന്ന ആളാണെന്ന് ഇയാളെ ബോധ്യപ്പെടുത്തുകയും കൂടെ വേണം. ഇതിന്റെ ഒരു ആവശ്യകത ഇന്ന് ഒരു വിശ്വാസിക്കില്ല. കർത്താവെ, എന്നെ സ്വർഗത്തിൽ കയറ്റാൻ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കാണിക്കേണ്ട ഒരു ഗതികേട് ഇന്നൊരു ക്രിസ്തീയ വിശ്വാസിക്കില്ല. ആ ഒരു യത്നത്തിൽ നിന്നും കർത്താവ് നമ്മളെ സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. ആ ബോധ്യത്തിൽ ജീവിക്കാനാണ് പൗലോസ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. നമുക്ക് ഇനിയും എന്തിന്റെ ആവശ്യമില്ല? റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇഫ് വി ഡു നോട്ട് സ്റ്റാൻഡ് ഫേം വി വിൽ ഡ്രിഫ്റ്റ് ഇൻടു റൂൾസ് വിതൗട്ട് റിലേഷൻഷിപ്പ്. നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ നമ്മൾ പിന്നെയും ഏതിലേക്കായിരിക്കും പോകുന്നത്? നിയമങ്ങളിലേക്ക് പോകും. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിനല്ല പ്രസക്തി. ഞാൻ മുൻപൊരു ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഒരു ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു 30 കാര്യങ്ങൾ എഴുതി കൊടുത്തത്. ആ 30 കാര്യം ചെയ്യാനുള്ളൊരു കഠിനാധ്വാനം നടത്തുമ്പോ ഭാര്യയ്ക്ക് അവിടെ സ്നേഹബന്ധത്തിനാണോ പ്രസക്തി, ഇത് ചെയ്തു തീർക്കാനുള്ള അധ്വാനത്തിനാണോ പ്രസക്തി? ബന്ധം നല്ലതാണെങ്കിൽ ഇത് ചെയ്ത് തീരോ ഇല്ലയോ എന്നൊന്നും ഭാര്യ ടെൻഷൻ അടിക്കണ്ട. കാരണം ഇത് എന്റെ ഭർത്താവ്, ഇത് ചെയ്ത് തീരാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാകും. അതാ സ്നേഹത്തിന്റെയും സ്നേഹബന്ധത്തിന്റെ ഊഷ്മളതയുടെയും ഒരു അടയാളമാണ്. അപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നില്ലെങ്കിൽ പിന്നെയും നമ്മൾ കുറെ നിയമങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവും. എഫേർട്ട് വിത്തൗട്ട് ഗ്രേസ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ അധ്യാപകർ പലരുള്ളത് കൊണ്ട് ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന കാര്യം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ മാർക്ക് ഇടുന്നൊരു അരമാർക്ക് ഇടുന്നൊരു പരിപാടി പല സ്ഥലത്തുമുണ്ട്. ഞങ്ങൾ ഈ MG യൂണിവേഴ്സിറ്റിയുടെ ആൻസർ ഷീറ്റ് നോക്കാൻ വാല്യുവേഷൻ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ, ദൈവമേ ഇത് പ്രശ്നമാവാതിരിക്കട്ടെ, വാല്യുവേഷൻ ക്യാമ്പിൽ ഇരിക്കുമ്പോൾ മാർക്ക് ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഉണ്ട് ഒരുത്തിന് 3 മാർക്ക് കുറവ്. അപ്പൊ ഞാന് നമ്മുടെ ചീഫിനെ കാണിച്ചു കഴിയുമ്പോ ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുകൊടുത്തല്ല ഒരു അരമാർക്ക് കിട്ടി എന്ന് പറയും. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുകൊടുത്തല്ല, അപ്പൊ എത്ര മാർക്ക് കിട്ടും? അപ്പൊ 5 എണ്ണത്തിന് അരമാർക്ക് കിട്ടുമ്പോഴേക്കും മതി. ഇത് ഗ്രേസ് ആണ്. അവന്റെ എഫേർട്ടിന്റെ പുറകില് എഫേർട്ട് ഉണ്ട് അവിടെ, പക്ഷെ എഫേർട്ടിന്റെ അപ്പുറത്ത് എന്ത് കാണിക്കുക? ഒരു ഗ്രേസ് കാണിക്കുകയാണ്. അപ്പൊ വാസ്തവത്തിൽ നമുക്ക് ലഭിച്ചത് മുഴുവനും ഗ്രേസാണ്, മുഴുവനും
ഗ്രേസ്. പോട്ടെ, വേഗത്തിൽ മുന്നോട്ട് പോവാം. റിലീജിയൻ വിതൗട്ട് ജോയ്. ഈ ബൈബിളിൽ മാത്രമേ ഉള്ളൂ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്. ലോകത്ത് ഒരു റിലീജിയസ് ബുക്സിലും ദൈവത്തിൽ സന്തോഷിക്കാൻ പറഞ്ഞിട്ടില്ല. എന്താ കാരണം എന്നറിയാവോ? അവിടെ സന്തോഷിക്കാൻ പറ്റൂല. അവിടെ സന്തോഷിക്കാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ എങ്ങനെങ്കിലും 5 നേരം പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാമോ എന്നൊന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങൾ ഇത്രയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തി ദൈവം ഒന്ന് ചിരിക്കുമോ എന്ന് നോക്ക്. ദൈവം പ്രസാദിക്കുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവിടെ നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയില്ല. എവിടെയാ സന്തോഷിക്കാൻ നമുക്ക് വകയുള്ളത്? ഓൺലി ഇൻ ക്രിസ്ത്യാനിറ്റി. പക്ഷെ ഇന്നത്തെ ദുഃഖകരമായ അവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനിറ്റി ബിക്കെയിം എ റിലീജിയൻ. അവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തു തീർക്കേണ്ട ഒരു വലിയ ലിസ്റ്റാ. പല സ്ഥലത്തും പ്രസംഗങ്ങളിലും നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് ഇന്ന് ക്രിസ്ത്യാനിറ്റിയും റിലീജിയനായി അധപതിച്ചു കഴിഞ്ഞു. ഞാൻ ചില സ്പീഡിൽ പോട്ടെ, ഇന്ന് ഇൻട്രോഡക്ഷൻ വല്ലാതെ നീളുന്നു. ആർ വി സ്റ്റാൻഡിങ് ഫേം ഇൻ ഗ്രേസ്? നാം കൃപയിൽ നിലനിൽക്കുകയാണോ അതോ ആചാരപരതയിലേക്ക് നമ്മൾ പിന്മാറിപ്പോയോ? ഇന്ന് നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് 4 ആത്മീക സത്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഹൗ ബിലീവേഴ്സ് മസ്റ്റ് സ്റ്റാൻഡ് ഫേം. ഒരു വിശ്വാസി എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പൗലോസ് പറയുന്ന 4 ആത്മീക സത്യങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഇത് 1, 2, 3 അല്ല കേട്ടോ. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇതല്ല ഇപ്പൊ പറഞ്ഞത് 4 നിയമങ്ങൾ, അതല്ല ഇത്. നമ്മൾ ഓബ്ലൈഡ് ആയിട്ടുള്ള 4 ചെയ്യേണ്ട 4 കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. അല്ല ഇങ്ങനെ ചെയ്താൽ ദൈവം പ്രസാദിക്കുമെന്നല്ല, നമ്മുടെ ബോധ്യത്തെ ശരിപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ഇവിടെ ചെയ്യുന്നത്. 1, എങ്ങനെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്? നമ്മൾ ഈ പഠിച്ചു വന്ന കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് പൗലോസ് പറയാം. ഒന്നാമതായി പൗലോസ് പറയുന്നത്, there is danger in legalism. നമ്മൾ നിയമവാദത്തിനകത്ത് ഒരു വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. ആ അപകടം നിങ്ങൾ അറിയണം. എന്താണ് ആ അപകടം? 3 അപകടങ്ങളെ കുറിച്ച് ഈ വേദഭാഗത്ത് ഈ വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു. ഒന്നാമത്തെ അപകടം 2ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്നാമതായി പൗലോസ് ചൂണ്ടിക്കാണിക്കുന്ന അപകടം എന്താണ്? ക്രിസ്തുവിനെ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. അതെങ്ങനെ? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഇവിടെ പൗലോസ് പറയുന്നത്, ഇവര് പരിച്ഛേദന ഏൽക്കുമ്പോൾ തീരുമാനിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ? പരിച്ഛേദന ഏറ്റ് ആചാരങ്ങളുടെ വഴി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആചാരങ്ങളുടെ വഴി തെരഞ്ഞെടുത്ത് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ വഴി എനിക്ക് വേണ്ട എന്നാണ്. അബ്രഹാമും ലോത്തും തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ഇതുപോലെയാണിത്. ന്യായപ്രമാണത്തിന്റെ വഴി ഇടത്തോട്ടാണെങ്കിൽ ക്രിസ്തുവിന്റെ വഴി വലത്തോട്ടാണ്. അപ്പൊ നമ്മൾ 2 വഴിയിലും ഒരുമിച്ച് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഇതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നിങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളുടെ വഴി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വഴി എടുക്കാൻ കഴിയില്ല? ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന വഴി നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പറയുകയാണ്, ഡിപ്പെൻഡിങ് ഓൺ വർക്ക്സ് ക്യാൻസൽസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്നുള്ളത്. അതിന്റെ അർത്ഥം പരിച്ഛേദന എന്ന ആചാരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ അത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഇന്ന് അനേകം ആളുകൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്നത് പ്രവർത്തികളുടെയും ആചാരങ്ങളുടെയും വഴിയാണ്. ആചാരങ്ങളുടെ വഴി തെരഞ്ഞെടുത്താൽ അതിന്റെ അർത്ഥം
ക്രിസ്തുവിലൂടെയല്ല നിങ്ങൾ രക്ഷ അന്വേഷിക്കുന്നത്. രണ്ടാമത്തെ അപകടം, ലീഗലിസം ഡിമാൻഡ്സ് പെർഫെക്ഷൻ. മൂന്നാമത്തെ വാക്യം എന്താ പറയുന്നത്? പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടംപെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. പൗലോസ് പറയുകയാണ്, നിങ്ങൾ തെരഞ്ഞെടുത്ത വഴി പരിച്ഛേദനയുടെ വഴിയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ കടമുണ്ട്. ഏതാ കടം? നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചില്ലേ, ഇനി ഈ പുറകോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള എല്ലാ കൗണ്ടറിലും പോയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു എൻട്രൻസും ഒരു എക്സിറ്റുമേ ഉള്ളൂ. അവരുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഫസ്റ്റ് ഡോറിൽ കൂടെ കയറിയ പിന്നെ മുന്നോട്ട് പോയിക്കോണം. എല്ലാ കൗണ്ടറും കണ്ട് 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 അത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നേച്ച് പിന്നെ ഇങ്ങനെ വന്നേച്ച്. അപ്പൊ നമുക്ക് ഇങ്ങനെ വട്ടം കിടക്കാൻ പറ്റുമോ? എനിക്ക് ഈ ലൈനിലുള്ളതൊന്നും വേണ്ട. അപ്പുറം കിടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റൂല. ഇങ്ങനെ കടന്ന് കടന്ന് ഫുള്ള് പോയി അവസാനം എക്സിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഈ വഴിയുടെ ഒരു കുഴപ്പം. നമ്മൾ ഈ ബുഫേ കഴിക്കുമ്പോൾ നമ്മൾ എങ്ങനെ കഴിക്കുന്നത്? ബുഫേ ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ എങ്ങനെ? എല്ലാ കൗണ്ടറിലും പോകും. നിങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് അതെന്താ ഞങ്ങൾ എല്ലാത്തിനും പോവാറുണ്ടല്ലോ എന്നുള്ള രീതിയിലാണല്ലോ. ഇല്ല, നമ്മൾ സെലക്റ്റീവാ അല്ലേ? നമ്മൾ വളരെ സെലക്റ്റീവായിട്ടാണ്. ഇന്നലെ ഞങ്ങൾ അങ്ങനെ കഴിച്ചു, അതുകൊണ്ടാണ് ഈ ചോദിച്ചത്. പെട്ടെന്ന് അത് ഓർമ്മ വന്നു. നമ്മൾ കയറി ചെന്ന് ഇത് ദോശയാണോ എന്നും തിന്നുന്നതല്ലേ, വേണ്ട, അടുത്ത കൗണ്ടറിലേക്ക് നമ്മൾ പോയി. ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ പരിച്ഛേദന ഏൽക്കുമ്പോൾ നിങ്ങൾ ബുഫേയിലേക്കല്ല പോകുന്നത്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാവോ? ഈ എക്സിബിഷൻ കൗണ്ടറിലേക്കാണ് കയറുന്നത്. എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങിയേ പറ്റൂ. പരിച്ഛേദന ഏൽക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ 613 നിയമങ്ങളും അനുസരിക്കാൻ കടപ്പെട്ടവരാണ്. നിങ്ങൾക്ക് പിന്നെ സെലക്റ്റീവ് ആകാൻ പറ്റത്തില്ല. നിങ്ങൾ പിന്നെ പഴയ നിയമത്തിലെ പെരുന്നാളുകളെല്ലാം കഴിക്കണം, പഴയ നിയമത്തിലെ യാഗങ്ങളെല്ലാം കഴിക്കണം, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളും അനുസരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. പരിച്ഛേദന ഏൽക്കുന്ന മനുഷ്യനോട് പറയാണ്, നിങ്ങൾ ന്യായപ്രമാണം മുഴുവനും 613 കൽപ്പനയും അനുസരിക്കാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുകയാണെന്ന് പൗലോസ് പറയുകയാണ്. ഓക്കെ, അപ്പൊ ഒന്നെടുത്താൽ പിന്നെ നിങ്ങളത് എല്ലാം എടുത്തേ പറ്റുള്ളൂ. ആ ഉദാഹരണം ഓർത്തിരുന്നാൽ മതി. എക്സിബിഷൻ കൗണ്ടറിന്റെ ഉദാഹരണം ഓർത്തിരുന്നാൽ നമുക്കത് മനസ്സിലാകും. ഓക്കെ, പുറകോട്ട് പോരാൻ പറ്റത്തില്ല, ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല. 4-ാമത്തെ വാക്യത്തിൽ ഒരു അപകടം പറഞ്ഞിരിക്കുകയാണ്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കർത്താവ് കൃപയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടു, അതിന് പാരലായിട്ട് അപ്പുറത്തും ഒരു വഴിയുണ്ട്. ഏതാ? ന്യായപ്രമാണത്തിന്റെ വഴി. ന്യായപ്രമാണത്തിന്റെ വഴിയിലൂടെ കയറിയാൽ അതിന്റെ എക്സിറ്റ് എന്ന് പറയുന്നത് എവിടാ? എവിടാ? ശിക്ഷാവിധിയാ. പക്ഷെ കൃപയുടെ വാതിലിലൂടെ കയറിയാൽ എവിടാ? രക്ഷ, വീണ്ടെടുപ്പ്, നിത്യജീവൻ. ക്രിസ്തുവിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് നിത്യതയിലേക്കാണ്. അപ്പൊ ഈ കൃപയിൽ നിന്ന് വീണുപോയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, കർത്താവ് ഇനി എനിക്ക് കൃപ വേണ്ട എന്ന് അതിന്റെ അർത്ഥം. എനിക്കിനി കൃപ വേണ്ട, ഞാൻ തന്നെ രക്ഷ നേടിയെടുത്തോളാം. ചിലർ അങ്ങനെ പറയാറില്ലേ, എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട. നമ്മൾ ഈ എനിക്ക് ആരുടെ ഔദാര്യമൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുടെ മുമ്പിലേക്ക് കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ ഔദാര്യമായി എൻ്റെ രക്ഷ നിനക്ക് തരുന്നെന്ന് പറയുമ്പോൾ അവർക്ക് അതും വേണ്ട. അവര് പറയുകയാണ്, എനിക്ക് വേണ്ട രക്ഷയൊക്കെ ഞാൻ നേടിയെടുത്തോളാം. പക്ഷെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ 3 അപകടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ലീഗലിസം 3 അപകടങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ഒന്ന്, നിങ്ങൾ നിയമവാദത്തെ അല്ലെങ്കിൽ കുറെ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ വേണ്ട എന്ന് വെക്കുന്നു, പ്രയോജനമില്ലാതാകുന്നു. 2, നിങ്ങൾ പിന്നെ എല്ലാം അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നു.
3, പിന്നെ നിങ്ങൾ പറയുകയാണ് എനിക്ക് കൃപ വേണ്ട, എന്റെ രക്ഷയൊക്കെ ഞാൻ നേടിയെടുത്തോളാം. ഫോളിങ് ഫ്രം ഗ്രേസ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഒന്ന് എന്താണ്? ലീഗലിസത്തിന്റെ അപകടമാണ്. ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ല. രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം പൗലോസ് കൂടെ പഠിപ്പിക്കുന്നത്, ട്രൂ റൈച്ചസ്നസ്, ശരിയായ നീതി വരുന്നത് ആത്മാവിനാലാണ്, വിശ്വാസ മാർഗത്തിലൂടെയാണ്. ട്രൂ റൈച്ചസ്നസ് കംസ് ബൈ ദ സ്പിരിറ്റ് ത്രൂ ഫെയ്ത്ത്. വിശ്വാസത്താൽ, പരിശുദ്ധാത്മാവിനാലാണ് ശരിയായ നീതി വെളിപ്പെടുന്നത്. നോക്കിയേ 5ഉം 6ഉം വാക്യങ്ങൾ. ഞങ്ങളോ, കണ്ടോ, ഇതുവരെ പൗലോസ് നിങ്ങളെന്ന കഴിഞ്ഞ വാക്യങ്ങളിലൊക്കെ പറഞ്ഞതല്ലേ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ എന്ന് അവിടെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോ പൗലോസ് ഉപയോഗിച്ച വാക്ക് ഏതാ? ഞങ്ങളോ. ഇത് 2 ഗ്രൂപ്പായി. ഒരു ചോദ്യമോ, നമ്മളിതിൽ ഏത് ഗ്രൂപ്പിലാണ്? ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശാ നിവൃത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ഇവിടെ ഒന്നാമതായി പൗലോസ് ഈ ശരിയായ നീതിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ആത്മാവിനാൽ പ്രത്യാശാ നിവൃത്തിയെ. നമ്മുടെ പ്രത്യാശ എന്താ? നമ്മുടെ പ്രത്യാശ എങ്ങനെ നിവർത്തിക്കപ്പെടും? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യജീവന്റെ അവകാശിയായി മാറുന്ന ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം. ഈ പ്രത്യാശ എങ്ങനെ പൂർത്തീകരിക്കപ്പെടുമെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുകയാണ് ആത്മാവിനാൽ. ഇത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ആത്മാവിനാൽ നാം പ്രത്യാശ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവിധൽ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് തേജസ്കരണത്തിൽ എത്തിച്ചേരുമെന്നുള്ളത് ആത്മാവിനാലാണ്. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. ജേക്കബ് സാർ ഇടയ്ക്ക് എന്നോട് ഇതിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചായിരുന്നു, കുറച്ച് മുമ്പാ, എനിക്ക് ഓർമ്മയുണ്ട്, മറന്നുപോയോ? ഓക്കെ, എന്നോട് അങ്ങനെ ഓർക്കുന്നുണ്ടോ അങ്ങനെ ചോദിച്ചത്? നീതീകരണം മാത്രമല്ല, വിശുദ്ധീകരണത്തെക്കൂടുള്ള ബന്ധത്തിൽ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിവിടെയാണ്. അതാണ് ആത്മാവിനാൽ ഉണ്ടാകുന്ന പ്രത്യാശ നിവൃത്തി. അപ്പോൾ ഇത് ആത്മാവിനാൽ ഉണ്ടാകുന്നതാണ്. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അത് നോട്ട് സംതിങ് വി ഏൺ, നമ്മൾ നേടിയെടുക്കുന്നതല്ല, പിന്നെന്താണ്? ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതാണ്. 6ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല. ഇപ്പൊ പരിച്ഛേദന പ്രശ്നമാണെങ്കിൽ വേണ്ടാന്ന് തീരുമാനിച്ചു, അത് ദൈവത്തെ പ്രസാദിപ്പിക്കുമോ? അതുമല്ലെന്ന പൗലോസ് പറയും. എന്ന് പറഞ്ഞാൽ ഈ പുറമേയുള്ള കാര്യങ്ങളല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. എക്സ്റ്റേണൽ റിച്വൽസ് ഡു നോട്ട് മേക്ക് us റൈച്ചസ്. പിന്നെന്താണ്? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. എന്താണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കാമ്പെന്ന് പറഞ്ഞാൽ? ക്രിസ്തീയ ജീവിതത്തിന്റെ കാതലെന്ന് പറയുന്നത് നോട്ട് റൂൾ കീപ്പിംഗ്, not ritualistic performance, but faith that produces love. ആ സ്നേഹം ആരോടാ? faith that produces love, സ്നേഹം പുറപ്പെടുവിക്കുന്ന വിശ്വാസം. സ്നേഹം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം എന്ന് പഠിക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മിൽ ഉളവാക്കപ്പെടുന്ന സ്നേഹം അതെപ്പോഴാണ് നമ്മളിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നാം എപ്പോൾ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നോ അപ്പോഴാണ് ആ സ്നേഹം നമ്മിൽ ഉളവാക്കപ്പെടുന്നത്. നമ്മുടെ വിശ്വാസം സ്നേഹം ഉളവാക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അടിസ്ഥാനപരമായി എന്തോ പ്രശ്നമുണ്ടെന്ന് അതിന്റെ അർത്ഥം.
ഈ നിങ്ങൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഭയങ്കര ആത്മീയത പറയുന്ന പലരിലും ആത്മാവിന്റെ ഫലമില്ലാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും എന്നെ വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യമാണത്. ഭയങ്കര ആത്മീയത പറയുന്ന ആളുകളിൽ പോലും ഈ സ്നേഹമില്ല. അതിന്റെ കാരണം അതിന്റെ വേര് നിൽക്കുന്ന സ്ഥലം ശരിയല്ല, അതിന്റെ അടിസ്ഥാനം ശരിയല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ കാര്യം? അവരും വലിയ ആത്മീയത പറയുന്നവരിൽ പലരും സ്വന്തം പരിശ്രമം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആത്മീയതയാണ് പലപ്പോഴും പറയുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. കൃപയാലുള്ളതല്ല, വിശ്വാസത്താലുള്ളതല്ല, സ്വന്തം പരിശ്രമത്താലുള്ള രക്ഷ, സ്വന്തമായ അധ്വാനത്താലുള്ള രക്ഷ. വലിയ ആത്മീയത പറയുന്ന ആളുകളുടെ ഇടയിൽ പോലും ഇപ്പൊ ഭയങ്കര തമ്മിലടിയാ അല്ലേ? എന്താ ഇതിന്റെ പരിഹാരം? കോടതിയിൽ പോവുക എന്നുള്ളതാണോ? അല്ല. അവരെയൊക്കെ ഒരു ക്ലബായിട്ട് പ്രഖ്യാപിക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? വിശ്വാസത്തിന്റെ വഴി വേറെയാണെന്ന് പറഞ്ഞ് ആളുകളെ വിളിക്കുക. ഇതല്ല. കാരണം ഇവരെല്ലാം റിച്വലിസ്റ്റിക്, ലീഗലിസ്റ്റിക് വഴിയാണ്, ആചാരങ്ങളുടെയും കുറെ മനുഷ്യനിർമ്മിതമായ പ്രമാണങ്ങളുടെയും വഴിയാണ് തെരഞ്ഞെടുക്കുക. അതാണ് ഇവിടുത്തെ അപകടമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക്, മൂന്നാമത്തെ സത്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. മൂന്നാമത്തെ സത്യം എന്താ? മൂന്നാമത്തെ സത്യം, ഫോൾസ് ടീച്ചിങ് ഹിൻഡേഴ്സ് ആൻഡ് കറപ്റ്റ്സ്. ഈ തെറ്റായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇച്ചിരി തെറ്റായ കാര്യമൊക്കെ പഠിപ്പിച്ചെന്നോർത്ത് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞേ. കുറച്ചൊക്കെ പഠിപ്പിക്കലുകളിലും ഉപദേശത്തിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ? മനുഷ്യരല്ലേ നമ്മൾ, അല്ലേ? നമ്മൾ മാർജിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനുള്ളത്. അതിന്റെ ഉത്തരം പൗലോസ് കൂടെ പറയുന്നുണ്ട്. പൗലോസ് കൂടെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, തെറ്റ് നിങ്ങളെ ഈ ഉപദേശിക്കുന്ന പരിച്ഛേദനക്കാർ അവര് നിങ്ങളെ എന്തു ചെയ്യുന്നു? 7ഉം 8ഉം വാക്യങ്ങൾ നോക്കിയാൽ, നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം. കഴിഞ്ഞ അധ്യായത്തിലും പൗലോസ് ഗലാത്യയിലെ സഭയെക്കുറിച്ച് ഇതുപോലൊരു കമന്റ് പറയുന്നുണ്ടല്ലേ? നിങ്ങൾ നല്ല ദൈവകൃപയിൽ നിങ്ങൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു എന്നൊക്കെ പൗലോസ് പറഞ്ഞത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടതാ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം. സത്യം നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. ഇവിടെ പൗലോസ് പറയുന്നത് ഈ തെറ്റായ പഠിപ്പിക്കലുകൾ നമ്മുടെ ആത്മീയ വളർച്ചയെ തടയുന്നു. അതാണ് നിങ്ങളെ തടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ, ഈ ഗലാത്യയിലെ സഭ നല്ല സ്റ്റാർട്ടിങ് കിട്ടിയവരാ, പക്ഷെ അവർ വളരേണ്ടതുപോലെ വളർന്നില്ല. എന്തുകൊണ്ടാ വളരാതിരുന്നതെന്ന് ചോദിച്ചാൽ അതിന് പൗലോസ് ഇവിടെ പറയുന്ന ഒരു ഉത്തരം എന്താ? റോങ് ടീച്ചിങ്സ്. നമ്മുടെ ആത്മീയ വളർച്ചയെ ഏറ്റവും പ്രതികൂലമായി അതുകൊണ്ടാണ് ഈ ബൈബിൾ ക്ലാസ്സുകൾ പ്രധാനമാണെന്ന് പറയുന്നത്. ഈ പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസിയാണ് കേട്ടോ, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. ഞാൻ എൻ്റെ എല്ലാ പ്രസംഗത്തിൻ്റെ നോട്ടിൻ്റെ ഏറ്റവും മുകളിലൊരു വാക്കുണ്ട്, സ്റ്റോറി. ആദ്യം ഒരു കഥ പറയണം. മിക്കവാറും ഞാനത് ഹ്യൂമറസ് സ്റ്റോറി പറയാൻ ശ്രമിക്കും, പക്ഷെ ആളുകൾ വല്ലപ്പോഴും ചിരിക്കാറുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. എൻ്റെ തമാശ അത്ര സ്റ്റൈലാണ്. ആദ്യം ഒരു സ്റ്റോറി, പിന്നെ ഒരു ഇൻട്രോഡക്ഷൻ. അപ്പൊ ആ വിഷയത്തെ കുറിച്ച് ഒരു ഇൻട്രോഡക്ഷൻ ഒക്കെ പറഞ്ഞു. പിന്നെ ഒരു പ്രപ്പോസിഷനാണ്. ഇനി ഇതിനകത്തെ 4 പോയിന്റുകൾ എന്താണ് വിശദീകരിക്കാൻ പോകുന്നത്? 4 ഡൈമെൻഷൻസ് ഓഫ് സ്പിരിച്വൽ ലൈഫ്. അപ്പൊ ക്രിസ്തീയ ആത്മീയ ജീവിതത്തിന്റെ 4 തലങ്ങൾ എന്നൊരു ഇത് കൊടുത്ത് 1, 2, 3, 4 അവസാനം ഒരു കൺക്ലൂഷൻ. ഇതിന്റെ എല്ലാ പോയിന്റിനും അടിയിൽ ഞാൻ ഒരു സ്റ്റോറി എന്ന് എഴുതും. കാര്യം എന്നാ, ഇത് ആത്മീയമായിട്ട് പ്രയോജനപ്പെടും, പക്ഷേ വചനം പഠിക്കുമ്പോഴാണ് ഉപദേശം പഠിക്കുന്നത്. എൻ്റെ ഭാര്യ കഴിഞ്ഞ ബൈബിൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് പഠിപ്പിച്ചതൊന്ന് പള്ളിയിൽ ഒരു ദിവസം പ്രസംഗിക്കണേന്ന് പറഞ്ഞു. കാര്യം പള്ളിയിലെ പ്രസംഗത്തിൽ പലപ്പോഴും ഇത് കൊണ്ടുവരാൻ പറ്റില്ല.
പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റും, പക്ഷേ ഈ പഠിപ്പിക്കാനുള്ള സമയം പലപ്പോഴും ഞായറാഴ്ചത്തെ ആരാധനയിൽ കിട്ടില്ല. അതിനുള്ളൊരു ഇതിപ്പോ നമ്മൾ 1 മണിക്കൂർ എടുത്ത് നമ്മളിത് പഠിക്കുന്ന പോലെ ഒരുപക്ഷെ ഞായറാഴ്ചത്തെ ആരാധനയിൽ ഇങ്ങനെ ഡീപ്പായിട്ട് പോകാൻ പറ്റത്തില്ല. കാരണം കുറെ പേര് അപ്പോഴേക്കും നിദ്രയിലാണ്ടു പോകാനും നിങ്ങൾ താല്പര്യത്തോടെ ഇരിക്കുന്നതുകൊണ്ടാ ഇങ്ങനെ പറയാനായിട്ട് വിടുന്നത്. അപ്പോ ഇവിടത്തെ ഒരു പ്രശ്നം, തെറ്റായ ഉപദേശങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ നമ്മുടെ വളർച്ചയിൽ തടയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, false persuasion is not from God. 8ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. നിങ്ങൾ പരിച്ഛേദന ഏറ്റില്ലേ, അത് ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതല്ലെന്നാ പൗലോസ് പറയുന്നത്. നിങ്ങൾ വിചാരിച്ചപ്പോ നിങ്ങൾ എന്തോ വിചാരിച്ചു, പരിച്ഛേദന ഏറ്റപ്പോ ദൈവം എന്നിൽ കുറച്ചുകൂടെ പ്രസാദിച്ചെന്നല്ലേ നിങ്ങൾക്ക് തോന്നിയത്? പക്ഷെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റപ്പോൾ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇറ്റ് റിസൗണ്ട്സ് റിലീജിയൻ. അതൊരു മതത്തിന്റെ പ്രേരണയാണ്. ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ സ്പിരിറ്റ്. നമുക്കൊക്കെ ഈ സ്വയം തൃപ്തി തരുന്ന കുറെ ആത്മീയ കാര്യങ്ങളുണ്ട്, അല്ലേ? ഇല്ലേ? ഇല്ലേ? നമുക്കൊരു സ്വയം തൃപ്തി വരുന്നു, ഇന്ന് ഞാന് 3 അധ്യായം ബൈബിള് വായിച്ചു, പ്രൈസ് ദ ലോർഡ്, ഇന്ന് സ്വർഗം എന്റെ നേരെ നോക്കി ഇങ്ങനെ വെൽഡൻ മോനെ എന്നൊക്കെ പറയുക എന്നൊക്കെ ഒരു വിചാരം നമുക്കൊക്കെ തോന്നും. ഇതൊരു ലീഗലിസമാണ്. അപ്പൊ 2 അധ്യായം വായിച്ചാൽ ദൈവം അങ്ങനെ പറയൂ? വെൽ പറയില്ലായിരിക്കും, ഡൺ എന്നായിരിക്കും പറയുക, അല്ലെ? അങ്ങനെയാണോ? അതായത് ബൈബിള് വായിക്കുന്നത് കണ്ടോണ്ട് ദൈവമോ പ്രസാദിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് വായിക്കുകയും ധ്യാനിക്കുകയും അങ്ങനെ നമ്മൾ ആത്മീയമായി വളരുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബൈബിൾ വായിക്കുന്നതിന്റെ ഉദ്ദേശം. അല്ലാണ്ട് ബൈബിൾ വായിക്കുന്നത് കാണുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ, പിള്ളേര് സ്കൂൾ വിട്ടു വന്നിരുന്ന് പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്റെ മോൻ വായിക്കുന്നുണ്ടല്ലോ, നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും. നമുക്കറിയാൻ മേല ഇവൻ ഗ്രഹിക്കുന്നുണ്ടോ, ബുക്കിന്റെ അകത്ത് ബാലരമ വെച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ മേല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വളവ് അങ്ങ് തിരിഞ്ഞ് ചെല്ലുന്ന സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്നു. അപ്പൊ ആ വീടിന്റെ ഫ്രണ്ടിൽ ഈ പഴയ ടൈപ്പ് മരത്തിന്റെ ഗ്രില്ലില്ലേ, അതാ പണ്ടത്തെ ടൈപ്പ് വീടാ. റോഡ് സൈഡിൽ തന്നെ ഉള്ളു. അപ്പൊ ആ വീട്ടിൽ 3 മക്കളുള്ളതില് എന്നെക്കാൾ 1 വയസ്സിന് മൂത്ത ഇരട്ടകളായ 2 പെൺപിള്ളേരുണ്ട്. എപ്പോ നോക്കിയാൽ ഇവർ ആ സ്റ്റഡി ടേബിളിന്റെ മുമ്പിൽ ഇരിപ്പുണ്ടാവും. എന്റെ പപ്പ എന്നെ ആ വഴി പോകുമ്പോ എന്നോട് പറയും, കണ്ടോടാ കണ്ടോടാ. അപ്പൊ നമുക്കിത് വലിയ ബാധ്യതയാണ്. അവർക്ക് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോ 2nd ക്ലാസ്, എന്റെ റിസൾട്ട് വന്നപ്പോ ഡിസ്റ്റിങ്ഷൻ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇത് വായിക്കുന്നതിലാണ് നമ്മൾ പ്രസാദിക്കുന്നത്. പക്ഷെ ദൈവം പ്രസാദിക്കുന്നത് നീ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും അനുസരിക്കുകയും. എവിടം വരെ പോയെന്ന് കണ്ടോ? നോട്ട് ഇൻ മക്കിംഗ് അപ്പ്. നമ്മള് ബൈബിൾ മുഴുവൻ കാണാതെ പഠിച്ചിട്ടും ദൈവത്തിന് നമ്മളിൽ പ്രസാദിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതാണ് ലീഗലിസത്തിന്റെ അപകടം. 3 അധ്യായം വായിച്ചോ, 5 അധ്യായം വായിച്ചോ, ഇത് കേട്ടിട്ട് ആരും വായനയൊന്നും നിർത്തിയേക്കരുത് കേട്ടോ. ഞാൻ ഇതിന് മറുവശോകടെയൊക്കെ പറഞ്ഞു പോയില്ലെങ്കിൽ ചിലര് വായനയൊക്കെ നിർത്തിക്കളയും. വായിക്കുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയില്ല. ആത്മാവിനാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അനുസരിക്കാനായിട്ടിടയായിത്തീരണം. 9ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ലീഗലിസത്തിനൊരു വലിയ പ്രശ്നമുണ്ട്. ഇറ്റ് സ്പ്രെഡ്സ് ഈസിലി. ഈ സത്യവചനം പരക്കാൻ ഇച്ചിരി പാടാ, പക്ഷെ ദുരുപദേശം കാട്ടുതീ പോലെ പടരും. ഇവിടെ പറയുന്നത് കണ്ടോ 9ാം വാക്യം, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ഇല്ലേ? 1/2 കിലോ മാവിലേക്ക് നമ്മൾ 1/2 കിലോ പുളിപ്പ് ചേർക്കുമോ? ഇല്ല, ഒരൽപ്പം. ഈ ദുരുപദേശങ്ങൾ പെട്ടെന്ന് പരക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ലോകത്ത് ഏറ്റവും പോപ്പുലർ ആയത് സത്യ ഉപദേശമല്ല. കാരണം ഈ ദുരുപദേശങ്ങൾക്ക് എപ്പോഴും മനുഷ്യന്റെ ജഡത്തെ എൻകറേജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും എലമെന്റ് അതിനകത്തുണ്ടാവും. കാരണം അതെല്ലാം ജഡത്തിൽ നിന്ന് വന്നതാണ്.
ആത്മാവിൽ നിന്ന് വന്നതല്ല. അപ്പം ഈ ജഡത്തിന്റെ ഉന്മാദത്തിന് പറ്റിയത് എന്തെങ്കിലും എപ്പോഴും കൾട്ട് ഉപദേശങ്ങളിലുണ്ടാവും. ഓ, ഞാൻ എന്തോ ആത്മീയനായി, ഞാൻ എന്തൊക്കെയോ ചെയ്തു കൊള്ളാം എന്നൊക്കെ ഒരു സ്വയത്തെ ബൂസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും അതിനകത്തുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ദേവദാസം പറഞ്ഞിങ്ങനെയാണ്, 1 ലീഗലിസ്റ്റിക് റൂൾ ബിക്കംസ് 20. എന്താ ഇതിന്റെ അർത്ഥം? വല്ലതും മനസ്സിലായോ? ഒരു മനുഷ്യനിർമ്മിത നിയമം പെട്ടെന്ന് തന്നെ 20 വർദ്ധിക്കുമെന്ന്. മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം, ബൈബിളിൽ നിന്ന് തന്നെ പറയാം. ശബത്ത് ആചരിക്കണം. ഈ ശബത്ത് ആചരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ചോദ്യം, ശബത്തില് നടക്കാമോ? നടക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയല്ലേ, നടക്കാവോ? അപ്പൊ ഉടനെ തന്നെ യഹൂദന്മാര് നിയമം ഉണ്ടാക്കി, ശബത്ത് ദിവസത്തെ വഴി. ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ശബത്ത് ദിവസം ഇത്ര ദൂരമേ നിങ്ങൾ നടക്കാവുള്ളൂ. അപ്പൊ ഒരു നിയമമായിരുന്നു, പക്ഷെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ വേറൊരു നിയമം ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? ശബത്ത് ദിവസം ഒരു കോഴി മുട്ടയിട്ടാൽ ആ മുട്ട തിന്നാമോ? കാരണം ശബത്ത് ദിവസം കോഴി ഒരു ജോലി ചെയ്തു. അങ്ങനെ നിയമം ഉണ്ടായിരുന്നു കേട്ടോ യഹൂദന്മാരുടെ ഇടയിൽ. അതിനെക്കുറിച്ച് തർക്കം ഉണ്ടായിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ. ശബത്ത് ദിവസം ഒരു കോഴി മുട്ടയിട്ടാൽ ആ മുട്ട നമ്മൾ തിന്നാവോ? അത് തിന്നാൽ നമ്മളും ശബത്ത് ലംഘിക്കുമോ ഇല്ലയോ? അങ്ങനെ ഒരു തർക്കം ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ. കണ്ടോ, ഒരു നിയമം പെരുകിയത് കണ്ടോ? ശബത്ത് ആചരിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പുതിയ നിയമങ്ങളുണ്ടായി. യേശുവിന്റെ കാലമായപ്പോഴേക്കും യേശു ഒരു മനുഷ്യനോട് പറയുകയാണ്, എഴുന്നേറ്റ് നടക്ക. യേശു പ്രവൃത്തി ചെയ്തെന്നായി. അവൻ കിടക്കെടുത്ത് നടന്നപ്പോ അവൻ ഒരു സൗഖ്യമാക്കാൻ പാടില്ല. അന്നത്തെ കാലത്ത് ഒരു രോഗി, ഒരാൾ കിണറ്റി വീണ് അയാളെ കൊണ്ട് ആശുപത്രി ചെല്ലുക എന്ന് വിചാരിക്കുക. അവര് ശബത്തിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്റെ ഒരു ഉദാഹരണം പറയുക. ഡോക്ടർക്ക് അയാളെ സൗഖ്യമാക്കാനുള്ള പെർമിഷൻ ഇല്ല എന്ന്. ജസ്റ്റ് ഫസ്റ്റ് എയ്ഡ് മാത്രമേ കൊടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്താൽ ശബത്ത് ലംഘിച്ചു. അപ്പോൾ ഡോക്ടർക്ക് നിയമമായി. എന്നിട്ട് ബാക്കി ട്രീറ്റ്മെന്റ് അടുത്ത ദിവസമേ ചെയ്യാൻ പാടുള്ളൂ. അവരുടെ ഒരു പുസ്തകമുണ്ട് യഹൂദന്മാരുടെ, മിഷ്ന എന്ന് അതിന്റെ പേര്. മിഷ്നായിൽ ഇങ്ങനെയുള്ള നിയമങ്ങൾ, അതായത് ന്യായപ്രമാണത്തെ യഹൂദ റബിമാരിരുന്ന് വ്യാഖ്യാനിച്ച് അതിന് വിശദീകരണങ്ങൾ കൊടുത്ത് ന്യായപ്രമാണം 5 പേജ് ആണെങ്കിൽ വിശദീകരണം 500 പേജായി. ഇന്ന് കമന്ററികളൊക്കെ അങ്ങനെയല്ലേ? ഒരു ബൈബിള് പോട്ടെ, ഇനി അത് പറഞ്ഞു അങ്ങനെ പോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്നലെ എൻ്റെ ഒരു സ്നേഹിതൻ പറയുമായിരുന്നു, ഇങ്ങനെ ഇപ്പോഴും പരത്തിയ പറയുള്ളല്ലോ. ഞാൻ ചുരുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ദുരുപദേശകൻ ഒരു സഭയെ മുഴുവൻ ദുരുപദേശത്തിൽ കുടുക്കിക്കളയും. ഇതാണ് ദുരുപദേശങ്ങൾ, ദുരുപദേഷ്ടാക്കന്മാർ നമ്മോട് ചെയ്യുന്നത്. നമ്മുടെ ആത്മീയ വളർച്ചയെ തടുത്തു കളയും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓർക്കണം, എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് ഓർക്കണം. 3, ഈ ദുരുപദേശങ്ങൾ പെട്ടെന്ന് പരക്കും, പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യും, പെട്ടെന്ന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം. അവസാനമായി 4ാമത്തെ ആത്മീക സത്യം പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത് സീരിയസ്നെസ് ഓഫ് ഡിസ്റ്റോർട്ടിംഗ് ദ ഗോസ്പൽ. അങ്ങനെ സുവിശേഷത്തെ വികലമാക്കിയാൽ അതെന്തുമാത്രം ഗൗരവമുള്ളതാണ്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. നോക്കിയാട്ടെ, 10ഉം 12ഉം വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകയില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത് എന്താണ്? ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കും എന്നാണ് പൗലോസ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ കാര്യം ഗലാത്യയിലെ സഭയ്ക്ക് ബോധ്യപ്പെട്ട് കാണുമെന്നും ബോധ്യപ്പെട്ട് അവർ ശരിയായ വഴിയിലേക്ക് വരുമെന്നും പൗലോസ് വിചാരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് 11, ഞാൻ 10ഉം 12ഉം വാക്യങ്ങളുടെ ക്രക്സ് പിന്നെ പറയാം. ഇപ്പൊ ഞാൻ 11ാം വാക്യത്തിലേക്ക് വരികയാണ്. 11ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാനതൊന്ന് വായിച്ചു പോകാം. എന്നാൽ നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരികിൽ ഇനിയും ഉപദ്രവം സഹിക്കുന്നത് എന്ത്? അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച
നീങ്ങിപ്പോയല്ലോ. ഇവിടെ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: എന്താണ് ഈ ക്രൂശിന്റെ ഇടർച്ച? എന്തിനാ ഞാൻ ഈ ക്രൂശിനെ പ്രസംഗിക്കുന്നത് കൊണ്ട് പിന്നെയും മറ്റുള്ളവരുടെ എതിർപ്പ് സമ്പാദിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? പൗലോസ് ചോദിക്കുക, ഞാൻ ഈ ക്രൂശ് പ്രസംഗിക്കുമ്പോ ഇത് യഹൂദന്മാർക്ക് ഇടർച്ച, യവനന്മാർക്ക് ഇത് ഭോഷത്വം, ഞാൻ എന്തിനാ ഈ ഇടർച്ചക്കല്ലും ഭോഷനുമായിട്ടൊക്കെ മാറുന്നത്? എന്തിനാ ഞാൻ ഇത് പ്രസംഗിക്കുന്നതുകൊണ്ട് വെറുതെ കല്ലേറ് കൊള്ളുന്നത്? എന്തിനാ വെറുതെ അടി കൊള്ളുന്നത്? എന്തിനാ ഞാൻ ഈ കപ്പൽച്ഛേദത്തിലകപ്പെടുന്നത്? നിങ്ങളൊക്കെ പരിച്ഛേദനയേറ്റ് ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിച്ച് നിത്യതയിലേക്ക് പൊക്കോതെന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ ഈ സത്യം പറയുന്നത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ക്രൂശ് ഇടർച്ചയാണെന്ന് പറയാൻ കാരണം ഈ ക്രൂശ് എപ്പോഴും മനുഷ്യന്റെ നിഗളത്തെ ഇല്ലാതാക്കിയിട്ട് വിനയമുള്ളവനാക്കി മാറ്റും. നമ്മുടെയൊക്കെ പ്രൈഡിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം, അല്ലേ? മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്താ ചെയ്യുന്നത്? ആക്ച്വലി മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്താ ചെയ്യുന്നത്? യു ക്യാൻ ഡു ഇറ്റ്. ചില സൗണ്ടൊക്കെ മാറ്റി, ടോണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിനക്കുള്ള കഴിവ് എന്താണെന്ന് നിനക്കറിയാൻ മേലാന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്ന് പറഞ്ഞ് നമ്മളെ പ്രൈഡാക്കി മാറ്റും. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഇറങ്ങിപ്പോവും. വാസ്തവത്തിൽ ക്രൂശ് നമ്മളെ നേരെ തിരിച്ചാ ചെയ്യുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാനൊരു പാപിയായ മനുഷ്യൻ. ഈ ബോധ്യമാണ് ക്രൂശ് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷേ ആചാരങ്ങൾ ചെയ്യുന്നത് എന്താ? ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇനി എന്നെ സ്വർഗത്തിൽ കയറ്റാതിരിക്കാൻ കർത്താവിന് പറ്റില്ല, അല്ലേ? നമ്മുടെ പ്രൈഡിനെയാണ് നമ്മളവിടെ ബൂസ്റ്റ് ചെയ്യുന്നത്. റിമൂവ്സ് ഹ്യൂമൻ ബൂസ്റ്റിംഗ്. നമുക്ക് പിന്നെ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് പ്രശംസിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ ഇടവരരുതെന്ന് പറയുന്നതിന്റെ കാര്യം. അതായത് പിന്നെ നമ്മുടേതായിട്ടൊന്നും ഇല്ലല്ലോ. 3, ഡിക്ലെയർസ് സാൽവേഷൻ ഈസ് എൻറ്റയർലി ഗോഡ്സ് വർക്ക്. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നത്. അവിടെ എനിക്ക് എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ? ഒന്നുമില്ല. 4, എലിമിനേറ്റ്സ് ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ. ഇതൊക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രൂശ് എന്തുകൊണ്ടാണ് ഇടർച്ചയാകുന്നത്? അപ്പോൾ പിന്നെ ഞാനൊന്നും ചെയ്യണ്ടേ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ ഉള്ളില് ഉളവാക്കും. അപ്പൊ പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്നെ പോലെയുള്ള ഇത്ര വലിയ പാപിയും സ്വർഗത്തിൽ പോകുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ക്രൂശിന്റെ വചനം അങ്ങനെ നമ്മളോട് പറയുന്നത്. എത്ര വലിയ പാപിക്കും ക്രൂശിലുള്ള വിശ്വാസത്താൽ നിത്യജീവനുണ്ട്. ക്രൂശിലെ കള്ളനെ പോലെ ഒരു കോൺട്രിബ്യൂഷനും നടത്തേണ്ടതായിട്ടില്ല. അവിടെ ഒന്നും പ്രശംസിക്കാനും ഇല്ല. കർത്താവേ, എനിക്ക് ഒന്നും പറയാനില്ല. അവൻ തന്നെ പറയുന്നൊരു കാര്യമോ, നമ്മൾ ജീവിച്ചിരുന്ന കാലം മുഴുവൻ കൊള്ളയും കവർച്ചയും മാത്രമേ നടത്തിയിട്ടുള്ളൂ, നല്ലതൊന്നും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ സത്യ ഉപദേശത്തോട് കൂട്ടിച്ചേർക്കുന്നവരായി തീരരുത്. If Paul preached circumcision, persecution would stop. Okay. Legalists hate grace because grace gives no place for human credit. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അവസാനം 10ഉം 12ഉം വാക്യങ്ങളിൽ പൗലോസ് ഒരു വലിയ വാണിംഗ് അവർക്ക് നൽകുന്നുണ്ട്. എന്താ വാണിംഗ്? 10ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷാവിധി ചുമക്കും. 12ാം വാക്യം പറയുകയാണ്, നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു. ഇതിൽ രണ്ടിലും പൗലോസ് പറയുകയാണ്, ഈ സത്യസുവിശേഷത്തെ കലക്കിക്കളയുന്നവരുണ്ടല്ലോ, അവർക്കുള്ളൊരു മുന്നറിയിപ്പാണ്, നിങ്ങൾ ശിക്ഷാവിധി ചുമക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ ശിക്ഷാവിധി വരും. നിങ്ങളെ കലഹിപ്പിക്കുന്നവർ അംഗച്ഛേദം എന്ന് പറഞ്ഞാൽ ശരീരം മുറിച്ച് എന്ന് പറഞ്ഞാൽ, ഈ അംഗച്ഛേദം എന്ന് പറഞ്ഞാൽ പരിച്ഛേദനയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അഗ്രചർമ്മം മാത്രമല്ല,
മുഴുവനായിട്ട് മുറിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് പോകാനാ പൗലോസ് അവരോട് പറയുന്നത്. നിങ്ങൾ ആ വഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന ആ സുവിശേഷ സത്യത്തോട് ഞാൻ നിങ്ങളും വള്ളിയോ പുള്ളിയോ കൂട്ടിച്ചേർത്താൽ, മാനുഷിക നിയമങ്ങൾ ദൈവത്തിന്റെ പ്രമാണത്തോട് കൂട്ടിച്ചേർത്താൽ നാം ചെയ്യുന്നത് സുവിശേഷത്തെ മറിച്ചു കളയുന്നതിന് തുല്യമാണ്. അവർ ശിക്ഷാവിധി ചുമക്കും. അവിടെ പൗലോസ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, നിങ്ങളെ കലക്കുന്നവൻ. ആ വാക്കെന്താ? എന്താ ഈ നിങ്ങളെ കലക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? നിങ്ങൾ സത്യസുവിശേഷം വിശ്വസിക്കുകയാണ്, അതിനോട് കൂടെ ഒരു ദുരുപദേശം മിക്സ് ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. ദുരുപദേശം കൂടെ മിക്സ് ചെയ്യുന്നവൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ മറുവശമാണ്. ഒരു ബക്കറ്റിലെ വെള്ളമാണ് ഇന്ന് കോരിയത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റേ ബക്കറ്റിലെ വെള്ളം കൂടെ കോരും. അപ്പൊ ഒരു വശത്ത് ലീഗലിസം. അപ്പൊ തന്നെ ചിലർ ചോദിക്കും, അപ്പൊ എങ്ങനെ വേണേലും ജീവിക്കാം എന്നാണോ പൗലോസെ പറയുന്നത്? അതിന്റെ ഉത്തരമാണ് പൗലോസ് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്. 13 മുതലുള്ളതായ വാക്യങ്ങളിൽ നമ്മളത് പഠിക്കും. എങ്ങനെ വേണേലും ജീവിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല ഇത്. രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. ഞാൻ പണ്ടിത് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്ട്രീമിൽ പറയുന്നത് ലൈസൻസ് ആണ്, എങ്ങനെ വേണേലും ജീവിച്ചോ, ദൈവം കൃപയാൽ നിങ്ങളെ രക്ഷിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരാൾക്കാരുണ്ട്. എന്നാൽ മറ്റേ ആൾക്കാർ പറയുന്നത് എന്താണ്? അയ്യോ അങ്ങനല്ല, എല്ലാത്തിനും ഒരു നിയമമുണ്ട്. എപ്പ എഴുന്നേക്കണം എന്നുള്ളതിന് നിയമമുണ്ട്. ഉണ്ടോ? ഈ കഴിഞ്ഞ ദിവസം ഞാനും വൈഫും കൂടെ ഇരുന്നപ്പോൾ വൈഫ് പറയായിരുന്നു, ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ, പകലൊക്കെ വിസിറ്റിനൊക്കെ ചെല്ലുമ്പോൾ അവര് ഉറങ്ങിക്കിടക്കുകയായിരിക്കും. കോളിംഗ് ബെല്ലടിച്ച് ചാടി എഴുന്നേറ്റ് വന്ന് എങ്ങനെ മുഖം കഴുകിച്ച് വന്നാലും നമുക്ക് ഒരാൾ ഉറക്കത്തിൽ നിന്ന് വന്നാൽ കണ്ടാൽ മനസ്സിലാവില്ലേ? മനസ്സിലായി? എനിക്ക് മനസ്സിലാവാറുണ്ട് കേട്ടോ. എന്റെ തെറ്റിദ്ധാരണയാണോ അറിയാം. പക്ഷെ ഈ വന്നയാള് പറയുന്ന ഞാൻ പ്രാർത്ഥനയിൽ ജാഗരിക്കുകയായിരുന്നു. കാര്യം എന്നാണ്, ഉറങ്ങുന്ന എന്തോ വലിയ പാപമാണെന്നുള്ള നിലയിലാ ചിലര്. ഈ രാവിലെ 7 മണിക്കും 7:30ക്കും ഒക്കെ ചിലപ്പോൾ വിളിക്കും ചിലര്. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് രാത്രി ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് 1 മണിക്ക് വന്ന് കിടന്നു, നമ്മൾ 7 മണിക്ക് എഴുന്നേറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പൊ മറ്റേയാൾ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോഴേ മറ്റേയാൾക്ക് അറിയാം ഇങ്ങനെ ഉറക്കത്തിന്ന്, അച്ഛൻ ഇതുവരെ എഴുന്നേറ്റില്ലായിരുന്നോ? ആ ചോദ്യത്തിനകത്തൊരു പുച്ഛവും കളിയാക്കലും ഒക്കെ ഉണ്ട്. അപ്പോ നമുക്ക് ഒരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ലീഗലിസം എപ്പോഴും പറയുന്നതെന്നറിയാവോ? ലീഗലിസം പറയുന്നത് അതിരാവിലെ തിരുസന്നിധിയിൽ. ഈ പാട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരു കുറ്റബോധം വരും. ആ പാട്ടിന് കുഴപ്പമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ അതിരാവിലെ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ ദൈവം എന്തോ നമ്മളോട് കോപിച്ച്, അങ്ങനെ കോപിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ലീഗലിസമാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം നിമിത്തം വിശ്രമിക്കണമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ്. അതായത് അപ്പൊ എന്നാ പിന്നെ എന്നും 10 മണി വരെ കിടന്ന് ഉറങ്ങിയേക്കാമെന്ന് തീരുമാനിച്ചാൽ അത് ലൈസൻസായി, ഒരച്ചടക്കവും ഇല്ലാത്ത ജീവിതമായി. അതല്ല. ഈ രണ്ടറ്റത്തേക്ക് നമ്മൾ പോകരുത്. എപ്പോഴെങ്കിലും എഴുന്നേറ്റാൽ മതി എന്നുള്ളതും അല്ല, എന്നും കൃത്യം 4:30 എഴുന്നേൽക്കണം എന്നുള്ള പ്രമാണമല്ല. ഈ PG വർഗീസ് സാറിന്റെ പുസ്തകത്തില് തന്റെ അനുഭവ സാക്ഷ്യങ്ങൾ എഴുതിയ ക്രിസ്തുവിന് വേണ്ടി ഹിമാലയ സാരികളിൽ എന്ന പുസ്തകത്തിൽ എനിക്ക് അന്ന് വായിച്ചപ്പോൾ മനസ്സിലാകാതിരുന്ന ഒരു ഉദാഹരണം ഇപ്പൊ ഞാൻ ഓർത്തപ്പോ പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് അതിരാവിലെ എഴുന്നേറ്റ് പാട്ടുപാടുന്നയാളാണ്, പാട്ടുപാടി പ്രാർത്ഥിക്കുന്നയാളാണ്. ഇദ്ദേഹം അവധിക്ക് വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ പിതാവ് അധികാലത്ത് എഴുന്നേറ്റ് പാട്ട് തുടങ്ങുമ്പോൾ ഇദ്ദേഹം ഉപദേശിയല്ലേ, ഉപദേശിക്ക് രാവിലെ എഴുന്നേറ്റ് വരാതിരിക്കാൻ പറ്റും വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോ. ഇപ്പൊ പുള്ളി അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, എല്ലാ തവണയും ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ മനസ്സിൽ നാളെ അപ്പച്ചൻ അതിരാവിലെ എഴുന്നേറ്റ് പാട്ട് പാടും, ഉപദേശിയായി ഞാൻ എഴുന്നേറ്റ് വരണമല്ലോ എന്നുള്ള വിഷമത്തോടാ കിടക്കാൻ പോകുന്നത്. ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ ഈ അപ്പച്ചന്റെ അധികാലത്ത് എഴുന്നേറ്റ് പാട്ട് പാടിയില്ല. അപ്പൊ ഈ സാറ് ചോദിച്ചെന്നാ പറയുന്നത് രാവിലെ എഴുന്നേറ്റപ്പോ, ഇന്നെന്താ അപ്പച്ചൻ നേരത്തെ പാട്ട് പാടാഞ്ഞേ? മോനെ, ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇപ്പൊ പാട്ടുപാടി ദൈവത്തെ പ്രസാദിപ്പിക്കാമോ എന്നല്ല,
ഇത് കേട്ടേച്ച് രാവിലത്തെ പാട്ടും പ്രാർത്ഥനയും നിർത്തിയേക്കരുത്. എനിക്കിത് പറയുമ്പോൾ ഒരു പേടി അതാ. ഇത് കേൾക്കുമ്പോൾ ഇത്രയും മാത്രം കേട്ടേച്ച് അപ്പൊ ഇനി രാവിലെ പാട്ടും പാടണ്ട, പ്രാർത്ഥിക്കണ്ട, അത് ആരും എടുത്തേക്കരുത്. ഇതിന്റെ ആ ബാലൻസിങ് നമ്മൾ തിരിച്ചറിയണം. വി ആർ നോട്ട് പ്ലീസിങ് ഗോഡ് വിത്ത് അവർ എഫേർട്ട്, വിത്ത് അവർ സാക്രിഫൈസ്. എന്തിനാ അതിരാവിലെ എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിക്കുന്നത്? ഇറ്റ്സ് ഫോർ മൈ സ്പിരിച്വൽ ഗ്രോത്ത്, നോട്ട് ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് പാട്ടുപാടുന്നതും പ്രാർത്ഥിക്കുന്നതും വചനം വായിക്കുന്നതും. അത് എന്റെ ആത്മീക വർധനവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നതാണ്, നോട്ട് പ്ലീസിങ് ഗോഡ്. അതുകൊണ്ട് ഒരു ദിവസം ഉറങ്ങിപ്പോയെന്ന് കരുതി ദയ്യോ എന്നെ കർത്താവ് നരകത്തിൽ വിടുമെന്നൊന്നും ആരും പേടിക്കുകയും വേണ്ട. ഇത് തമ്മിലുള്ള ആ ബാലൻസിങ്, ഈ ബാലൻസിങ് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നും കുറ്റബോധത്തിൽ ജീവിക്കും. എന്നും നമുക്ക് സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും. അയ്യോ ഇന്ന് ദൈവത്തിന് എന്നോട് പ്രസാദം ഉണ്ടാകുമോ? ഇന്ന് ഞാൻ മരിച്ച സ്വർഗത്തിൽ പോകുന്നവരെ ഉറപ്പുമില്ല. കാരണം എന്നാ? ഇന്ന് ഞാൻ എന്തുമാത്രം എഫേർട്ട് ഇട്ടു. പോട്ടെ, എനിക്കിത് ഇത് എല്ലാവർക്കും മനസ്സിലാകില്ലാത്തൊരു വിഷയമാണിത്, ഈ ബാലൻസിങ്. അതുകൊണ്ട് ഞാനത് എപ്പോഴും പരത്തി പറയാൻ ശ്രമിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അനുദിനം നമ്മൾ കൃപയിൽ നിലനിൽക്കണം. നമ്മൾ ഒരു ദിവസം കൃപയാൽ രക്ഷിക്കപ്പെട്ടു, ആ കൃപയിൽ തുടർച്ചയായി നിലനിൽക്കുക. ചില സഭകളിലുള്ള ഒരു പഠിപ്പിക്കൽ എന്നാണെന്നറിയാമോ? കൃപയാൽ രക്ഷിക്കപ്പെട്ടു, പക്ഷെ പിന്നെയുള്ള നിന്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായില്ലെങ്കിൽ നിന്നെ നരകത്തിൽ വീഴും. അപ്പോ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്താ പ്രസക്തിയുള്ളത്? എല്ലാ ദിവസവും ഞാൻ പിന്നെ ശരിയായോ എന്നുള്ള കുറ്റബോധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൃപയാലുള്ള രക്ഷയല്ല, എന്റെ പരിശ്രമത്താലുള്ള രക്ഷയാണ്. എല്ലാ ദിവസവും ഓർത്തോണം, Christ is enough. His sacrifice is enough. ഇവാഞ്ചലിക്കൽ സഭയിൽ കഴിഞ്ഞ മാസവും ഈ മാസമായിട്ട് ചിന്തിക്കുന്ന 5 സോളാസ് ഉണ്ട്. സോളാ സ്ക്രിപ്ചൂറ, തിരുവെഴുത്തുകൾ മാത്രം. 2, ക്രിസ്തു മാത്രം, ക്രൈസ്റ്റ് എലോൺ. 3, ഗ്രേസ് എലോൺ, കൃപയാൽ മാത്രം. 4, ഫെയ്ത്ത് എലോൺ. 5, ഗ്ലോറി എലോൺ, അവന്റെ മഹത്വത്തിനായി മാത്രം. ഈ വരുന്ന ചൊവ്വാഴ്ച അതേക്കുറിച്ചാ, ഈ ചൊവ്വാഴ്ചയല്ല ഞായറാഴ്ച അതേക്കുറിച്ചാ ചിന്തിക്കാൻ പോകുന്നത്. ഈ 5 എന്ന് പറഞ്ഞ് ഇതിനകത്ത് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. അനുദിനം നമ്മൾ ഓർത്തോണം, കർത്താവ് മാത്രം മതി. 2, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശോധന ചെയ്യാം. നാം നമ്മുടെ ആചാരങ്ങളിലൂടെ, നമ്മുടെ പ്രകടനങ്ങളിലൂടെ, നമ്മുടെ പരിശ്രമങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണോ? നമ്മുടെ വിശ്വാസം സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നുണ്ടോ? ഈ faith does not lead to love, it is incomplete. അവസാനമായി, guard your heart against legalism and false teaching. 4 കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ നിയമവാദത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. ഇത് നമ്മൾ ഇത് നമ്മൾ തന്നെ, ആരും നമ്മളെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് ഈ കെണി ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. കാരണം അത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്, നമ്മുടെ ഒരു എഫേർട്ടിനെ നമ്മളെപ്പോഴും വില മതിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധി നമുക്ക് അടുത്തു വരാം. നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാം. നമ്മൾ ആത്മീയ ജീവിതത്തിൽ പുകഴുവാൻ എന്തെങ്കിലും ഉണ്ടോ? There are many Christians who boast in their spiritual life. ആത്മീയ ജീവിതത്തിൽ അവർ സ്വയം പുകഴുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ പൗലോസ് പറയുന്നു, I have nothing to boast. എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതാണ് എൻ്റെ രക്ഷയ്ക്കാധാരം. അത് മാത്രമാണ് എൻ്റെ രക്ഷയ്ക്കാധാരം. ഇത് അനുദിനം പറഞ്ഞുകൊണ്ട്, ഇത് അനുദിനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, എന്നെ സഹായിക്കണമേ. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്കൊന്നും പുകഴാനില്ല കർത്താവേ. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയെ തടയുന്ന നിലയിൽ മാനുഷിക അധ്വാനവും പരിശ്രമങ്ങളും കർത്താവിൻ്റെ ക്രൂശിനോട് കൂട്ടി ചേർക്കുവാൻ ഇടയാകാതെ ക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തത് എൻ്റെ രക്ഷയ്ക്ക്, പൂർണ്ണമായ രക്ഷയ്ക്ക് മതിയായതാണെന്ന് ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത് പോലെ പൂർണ്ണമായി രക്ഷിപ്പാൻ, അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം പ്രാപ്തനാണ്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം പ്രാപ്തനാണ്. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് രക്ഷിപ്പാൻ എൻ്റെ കർത്താവ് പ്രാപ്തനാണ്. ഈ ഒരു കാര്യത്തിലും എൻ്റെതായ ഒരു സംഭാവനയും ദൈവത്തിന് ആവശ്യമില്ല. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.